ഗൈസ്. അപ്പം ഇന്നലെ വെറുതെ ഇരുന്നപ്പോൾ കണ്ടാണ് തൃപ്തിയായി. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. കുറേ ആയാലും റോസ്റ്റ് എപ്പിസോഡ് ഇട്ടിട്ട് വന്ന് ചെയ്താണ്. പക്ഷെ അത് ഇത്രയ്ക്കും പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല. എന്നാലും കാർത്തിയുടെ കരിയറിൽ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകുന്ന നമ്മളാരും ബോധിപ്പിക്കുന്നില്ല. ചടങ്ങിലേക്ക് വരുന്നു. ഓപ്പൺ പണ്ണാണ്. ഒരു ജ്വല്ലറി അവിടെ റോബർ ഓണർ ടെൻഷനായിട്ട് ഒരു ഓട്ടൻ്റെ ഉള്ളിൽ നോക്കി നിൽക്കണം. എന്താ സംഭവം? ആ ഓട്ടിൽ കൂടെ ആരോ വന്ന് ജ്വല്ലറി മൊത്തം കൊള്ളയടിച്ചു. 200 കോടി. 200 കോടി പൊരുൾ സാർ. അപ്പോൾ പോലീസ് വന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അവിടെ ഒരു ചുക്കും ചുണ്ണാമ്പും കിട്ടിയില്ല. ശരിടാ, അപ്പോൾ അത് ആരെ ചെയ്ത് പറഞ്ഞിട്ട് ഈ മോഡസ് ഓപ്പറേണ്ടി വെച്ച് ട്രാക്ക് ചെയ്യുമ്പോഴാണ് ജപ്പാൻ പറഞ്ഞിട്ട് ഒരുത്തനുണ്ട്, ഹൈ പ്രൊഫൈൽ റോബർ തീഫാണ്. പുള്ളിയായിരിക്കുന്ന നാച്ചുറലായിട്ട് എല്ലാവർക്കും തോന്നുമല്ലോ. കേസ് ജപ്പാൻ്റെ തലയ്ക്ക് പോയി പറഞ്ഞിട്ട് 2 പോലീസുണ്ട്. ഒന്ന് സുനിലിൻ്റെ ടീം, ഒന്ന് കറുപ്പസ്വാമിയുണ്ട്. 2 ടീമാണ് പാരലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് കാർത്തിൻ്റെ ജപ്പാൻ്റെ പിന്നാലെ പോവാണ്. ആണ് സ്റ്റോറിയുടെ ലീഡ്. പിന്നെയാണ് കാർത്തിനെ കാണിക്കുന്നത്. അയ്യോ അട്ടഹാസം പറഞ്ഞാൽ ഒരു വലിയ ഹെലികോപ്റ്റർ അനിമേഷൻ പറഞ്ഞാൽ പക്കാ VFX. കാർത്തി ഇൻട്രോയിൽ ഇറങ്ങിയൊക്കെ വന്ന അവിടെ മറ്റേ നമ്മുടെ ഭാസ്കറിൻ്റെ ആ മുട്ടയില്ലേ, ആ പുള്ളിയൊക്കെ ഉണ്ട്. പുള്ളീൻ്റെ കൂടെ ഒരു വാർത്ത വെൽക്കം ചെയ്യും. അതാണ് നമ്മുടെ ഇൻട്രോ സീൻ. പക്ക പറയുന്നത്. പിന്നീടൊക്കെ നടക്കുന്ന സംഭവം ഈ സിനിമ നമ്മൾ വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ എല്ലാ ഈ ഇതിൽ സുനിലിൻ്റെ മെയിൻ ആക്ഷൻ അപ്പോൾ കണ്ണിങ്ങോട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയുമ്പോൾ പുള്ളിക്ക്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് എന്നിട്ട് അത് ഒന്നും ചെയ്യാൻ പറ്റുന്ന പുള്ളി. സിനിമ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇവർക്കേ അറിയുന്നുണ്ട് ഇവർ ചെയ്യാൻ പോകുന്നത് വലിയൊരു ദുരന്തമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ തന്നെ പറയുന്നുണ്ട് വിളങ്കിടും. ഒത്തിരി ഡയലോഗ് ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് പോകുന്നുണ്ട്. അതും സുനിലിൻ്റെ പറഞ്ഞിട്ട് ഇവിടെ അന്വേഷിക്കുന്ന ആ ജ്വല്ലറിൻ്റെ അടുത്തുള്ള കുറച്ച് ചേരി പ്രദേശത്ത് കുറച്ച് പാവപ്പെട്ടവരുണ്ട്. അവർ ഈ ജ്വല്ലറിൻ്റെ സൈഡിലുള്ള വേസ്റ്റൊക്കെ പെറുക്കി അതിന് അരിച്ചിട്ടോ ഇങ്ങനെ ചെറിയ കുറച്ച് സ്വർണ്ണമൊക്കെ കിട്ടുമ്പോൾ അത് കടയിൽ കൊടുത്ത് കുറച്ച് പൈസയൊക്കെ ജീവിക്കുന്നവർ. டிச்சி சேர்த்த வாரி போட்டு கொண்டு வந்து சல்லடையில் போட்டு சலிச்சா தங்கத்தோட பிசுறு துணுங்கெல்லாம் கிடைக்குங்க சார். അതിലൊരുത്തനെ മിസ്സിങ് ആണ് അവിടെ. അവർ വീട്ടിൽ ഫാമിലിയായിട്ട് കുറച്ച് ഫൈറ്റൊക്കെ ആയിട്ട് ഭാര്യയും ഭർത്താവും പിണങ്ങി ഇപ്പം അവിടെ നാട് വിടും. അപ്പോൾ എൻ്റെ ഏതോ അമ്പലത്തിലേക്ക് പോകണം. അത് പിന്നീട് കാണിക്കും. പക്ഷെ ഇപ്പോൾ അവിടെ അറ്റ് പ്രസൻറ്റ് അവൻ അവിടെ ഇല്ല. അപ്പോൾ ഈ സുനിൽ പോലീസ് ഇവർ വിചാരിക്കാം അവനാണ് ഇത് കട്ടിട്ട് മുങ്ങിയതാണെന്ന് പറയും. കറുപ്പിസാണ് അവൻ കുറച്ചും കൂടെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു പോലീസ് ഓഫീസറായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. தக்காளி எவனா ஒருத்தர் சேட்டுக்கே வேட்டு வச்சுட்டா வேடிக்கை பார்க்குற எல்லாரையும் ஃபோட்டோ எடு. ஒருத்தர் விடாமல் அட்ரஸ் எழுதுவாங்க. கண்டிப்பாக சார். இந்த மெரூன் சர்டிஃபிகேட் ஆதார் இருக்கான்னு செக் பண்ணு. കോയിൻ ഇട്ട് കൊടുക്കും. ഇങ്ങനെ പതിവുണ്ട്. അറിയാലോ ജപ്പാനാണ് ചെയ്തത്. സിഗ്നേച്ചറുണ്ട്. പിന്നെ ബോർഡ് ചുമലിലൊക്കെ ഇങ്ങനെ വരച്ച് കുറിച്ചൊക്കെ വയ്ക്കും. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഈ കറുപ്പസ്വാമി അന്വേഷണം കൊണ്ടുപോകുന്നത്. പക്ഷെ അപ്പോഴാണ് ഈ ജപ്പാൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതായത് പുള്ളിയുടെ ഒറ്റ വാക്കിൽ വർണ്ണിക്കുകയാണെങ്കിൽ ഒരു പക്ക ആൽക്കഹോൾ അഡിക്റ്റ്, കെയർലെസ്സായിട്ട് എന്തിനോ വേണ്ടി എന്തിനൊന്നില്ലാതെ കുറേ കാശ് സമ്പാദിച്ചു. പിന്നെ ഫേമസായി. ഇനി എന്താണെന്ന് അറിയില്ല. അപ്പോൾ വീണ്ടും അതേ തൊഴിൽ തന്നെ റിപ്പീറ്റ് ചെയ്യണം, ഏരിയ പിടിച്ചെടുക്കണം. ഇതൊക്കെയാണ് പുള്ളിയുടെ മെയിൻ ഹോബീസ്. പിന്നെ പുള്ളിക്ക് എയ്ഡ്സ് ആണ്. ആ ഡോക്ടർ പറയും സാമ്പിൾസ് എടുത്ത് 3 ലാബുക്ക് അനുപ്പി വാങ്ങിയിരിക്കും. ആൻഡ് ദിസ് ഈസ് ദ റിസൾട്ട്. അപ്പോൾ പുള്ളി എന്തായാലും പെട്ടെന്ന് ചാവും. അപ്പോൾ അധികം സമയമൊന്നുമില്ല.
പിന്നെ പുള്ളി ഉള്ള ആര് കണ്ടാലും ഒന്ന് സെൽഫി എടുക്കാതൊക്കെയാണ് പരിപാടി. உங்களோட ஒரே ஒரு செல்ஃபி எடுத்துக்கலாமா சார்? சார் கொஞ்சம் சிரிங்க. പിന്നാണ് വിഷയമല്ല, പിന്നല്ലേ എടുത്തോ പോകുമ്പോൾ എൻ്റെ ഒരു കോവർക്കറുണ്ട്. കോവർക്കറിൻ്റെ അടുത്ത് പറയും എനിക്ക് എയ്ഡ്സ് ആണ്. சும்மா காமெடி பண்ணாதனே. എനിക്ക് പുള്ളി ഇവനെ എങ്ങനെയും തട്ടി ആ സ്വർണ്ണമൊക്കെ എടുത്ത് വലിയ ആളാണെന്ന് ഉള്ള മൈൻഡ് സെറ്റിലാണ്. என்னண்ணே என்னப்போ இப்படி நினைச்சிட்ட? ഇതും കൂടെ കേട്ടപ്പോഴേക്കും അതന്നെ പറ്റിയത് കണ്ടിട്ട് കൂടെയൊക്കെ നിൽക്കണ ഒരുത്തനുണ്ട്, ഗംഗാധ എന്ന പേര്. പുള്ളിനെ വിളിച്ചു പറയും ഇങ്ങനെയാണ്, എയ്ഡ്സ് ആണ് അതാണ് ഒക്കെ പറഞ്ഞ് ആളെന്തായാലും തട്ടിപ്പോ. അപ്പോൾ ഇവർ മുമ്പ് റോബറി നടത്തിയതിൻ്റെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ട്. അതായത് മെസ്സി ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് ഒരു സ്വർണ്ണക്കട വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി മൊത്തം ആട്ടയിട്ട് ആ സ്വർണം മൊത്തം ഒരു ഗ്രൗണ്ടിൽ പനയൊക്കെയുള്ള ഇതിലൂടെ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയാണെന്ന് അറിയില്ല കൊണ്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് പോവാണ്. ഒരു പള്ളിയിലെ അച്ഛനും കൂടി ഉണ്ട് എൻ്റെ റൈറ്റ് ഹാൻഡായിട്ട്. പിന്നെ 3 പേരാണ് വരിക. അപ്പോൾ കാർത്തിയും മറ്റേ ലെഫ്റ്റ് ഹാൻഡറും കൂടെ പോവും. ആ പാടത്ത് പോയി അവിടെ നിന്ന് കുഴിക്കാൻ തുടങ്ങും. കുഴിച്ച് രാത്രി ഇതൊക്കെ എടുത്ത് വരുമ്പോഴേക്കും ഇപ്പം വിളിച്ചു പറഞ്ഞു മറ്റേ ആൾക്കാരന്. അപ്പോൾ അവർ വന്നിട്ട് കാർത്തി അറ്റാക്ക് ചെയ്യും. കാർത്തിൻ്റെ കയ്യിൽ തോക്കുണ്ട്. കാർത്തി വെച്ച് തോക്ക് ബെഞ്ചിൽ വെച്ചിട്ട് താഴെ ഇറങ്ങിയിട്ടാണ് ആ സ്വർണ്ണം എടുക്കാൻ വേണ്ടി പോകണം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ സീൻ എന്തിനാ അങ്ങനെ എഴുതിയെന്നൊന്നും കിട്ടില്ല. അതായത് കാർത്തി സ്വർണ്ണം വേറെ സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. ഇനി തോക്ക് വെളിയിൽ ഇട്ടിട്ട് കുഴിക്കുള്ളിൽ ഇറങ്ങേണ്ട ഒരാവശ്യമില്ല. എന്നിട്ട് കുഴിക്കുള്ളിൽ ഇറങ്ങി നോക്കണോ ഫുള്ള് ചുറ്റും ആൾക്കാർ റൗഡീസ് വളഞ്ഞു. എന്നിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് അതായത് പ്ലാൻ ചെയ്യണം കാർത്തിക്. അപ്പോൾ മറ്റേ കാർത്തി വന്നിട്ട് മറ്റേ ലെഫ്റ്റ് ഹാൻഡറിൻ്റെ തടായി തുപ്പാക്കി കൊടുക്കാൻ വേണ്ടി പറയണു. അവൻ ഡേ நீ இன்னும் கொஞ்ச நாள் சாவ போற ஆளு. ஆண்டு அனுபவிச்சிட்ட, இருந்து அனுபவிக்க போறவன்ட்ட கொடுத்துட்டு சாவனே. எப்படி இருந்தாலும் சாவ போகிறேன், இப்படியே സത്തുപോ, അല്ലാണ്ട് ഇങ്ങനെ നരകിച്ച് എന്തിനെ ചാവണ്, വീരമായിട്ട് മരിക്കാനുള്ള ജന്മമാണ് നിങ്ങളുടെന്നൊക്കെ പറഞ്ഞ് പറയാം. കാർത്തി നൈസായിട്ട് അവൻ്റെ മൈൻഡ് ഡൈവേർട്ട്. നീ എന്നെ കൊന്ന എത്ര നമുക്ക് ഈ സ്വർണ്ണമൊക്കെ കിട്ടണമെങ്കിൽ ആ സ്ഥലം അറിയണം. അപ്പോൾ സ്വർണ്ണം ഇവിടെ അല്ല വേറൊരു സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞ് കാർത്തി നൈസായിട്ട് കളിക്കും. അപ്പോൾ അവസാനം അവനും മനസ്സിലായില്ല എന്താണ് എവിടെയാണ് സ്വർണം വെച്ചിരിക്കുന്നത്. അപ്പോൾ സോന് കാർത്തി പറയുന്നുണ്ട് ഇന്ത്യ എന്തെല്ലാം ഇന്ത്യ പനയ്ക്ക് മേലെ അത് കള്ളൊക്കെ ചെത്തില്ല ആ കൂടയിലിട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നാലും ആലോചിച്ച് ഇത്രയും അതാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്. അതാണ് സ്വർണം ഇത് ജപ്പാൻ മെയ്ഡ് ഇൻ ചൈനയാണ്. ഫുള്ള് റോൾഡ് ഗോൾഡിൻ്റെ വിളയാട്ടമാണ്. ആ പനിയിലൊക്കെ ഇങ്ങനെ കള്ളിൻ്റെ കൂടിയിലൊക്കെ ഇഷ്ടം പോലെ സ്വർണം കുത്തി കയറ്റി വെച്ചിട്ടുണ്ടാവും. അവസാനം മുമ്പ് വെടി വയ്ക്കുമ്പോൾ കറക്റ്റ് ആ ചട്ടി പൊട്ടി സ്വർണം മൊത്തം വീഴും. നോക്കുമ്പോൾ ഈ കൂടെ വന്ന് എല്ലാവരും സ്വർണം കിട്ടിയേ കൊണ്ട് അതിൻ്റെ പിന്നാലോട്ട്. ഇപ്പോഴും കാർത്തി ഇവനെ അടിച്ചിട്ടിട്ട് തോക്ക് കൊടുത്ത് എല്ലാവരും ഷൂട്ട് ചെയ്യും. അവിടെ എല്ലാവരും കൊല്ലും. ഇവനെ മറ്റേ ലെഫ്റ്റ് ഹാൻഡറിനെ കറക്റ്റ് നെഞ്ചിൽ 6 വെടി ടക്ക 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 ടക്ക്. അപ്പോൾ പോലീസ് വന്ന് പിറ്റേ ദിവസം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, മനസ്സിലാക്കും അത് ഇവിടെ ഇവർ ഗ്യാങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വാറ് നടന്നിട്ട് സംഭവിച്ചാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് അവർ കേസ് ക്ലോസ് ചെയ്യാം. പള്ളിയിലെ അച്ഛനും കാർത്തിയും കൂടിയിട്ടാണ് പിന്നെ എസ്കേപ്പ് ചെയ്യാം. ഒരു വണ്ടിയിൽ വരില്ല. അപ്പോഴാണ് ഇവന് സഞ്ജുവിന് ഓർമ്മ ഫ്ലക്സ് കണ്ടത്. അയ്യോ ഇതിൻ്റെ ഹീറോയിനെ പറയാൻ അനുമാനിൽ ഇമാതിരി ഒരു ദുരന്തം ക്യാരക്ടർ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. അതായത് അവൾ തന്നെ പറയേണ്ടത് എനിക്ക് ഒരു ക്യാരക്ടറില്ലാത്ത പെണ്ണാണ്. ക്യാരക്ടർ പറഞ്ഞാൽ അട്ടപ്പൊട്ടെല്ലാം മൂഞ്ചിയ ക്യാരക്ടർ. അയ്യോ ഇങ്ങനെയൊക്കെ ആരെങ്കിലും എഴുതുമോ ക്യാരക്ടർ? ഫിലിം ആക്ട്രസ്സാണ്. അതായത് ജപ്പാൻ തന്നെയാണ് ഇവളിനെ കയറ്റി വിട്ടത്. അതായത് സാധാരണ ഇതിൽ നിന്ന് ഒരു പെണ്ണിനെ സിനിമയിലേക്ക് കയറ്റി വിട്ടു. എന്നിട്ട് അപ്പം കയറ്റി വിട്ട് അവൾ വലിയ നിലയിലെത്തിയതും അവൾ ഇവനെ അടിച്ച് പുറത്താക്കി. ആ ഒരു സ്റ്റേറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. എന്നിട്ട് ഇവന് പക്ഷേ അവളുടെ അടുത്ത് ഇപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ ഇവൻ നൈസായിട്ട് അവളുടെ ഷൂട്ട് സെറ്റിലൊക്കെ പോകും. എന്നിട്ട് അവളിനെ കാണും. What the hell? சொல்றது மட்டும் செய். சாரி மேடம்.
ഇങ്ങനെയൊക്കെയാണ്. അപ്പോഴേക്കും ഈ പോലീസുകാരുണ്ടല്ലോ പിന്നെ ഇവനെ അന്വേഷിച്ച് ഇവൻ്റെ പേരിൽ 100-150 കേസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവന് എല്ലാ സ്റ്റേറ്റിൽ നിന്നും പോലീസ് ഇവനെ അന്വേഷിച്ച് വരും. എന്നിട്ട് അയ്യോ ആ ഒരു സീന് അടിപൊളി സീൻ, ഇവിടെ അതിലുള്ള ഷൂട്ട് ചെയ്യുന്ന റോപ്പ് സീനാണ്. ഡാൻസൊക്കെ കളിച്ച് മുകളിൽ നിൽക്കുമ്പോൾ സഞ്ജു സാർ പോലീസ് വന്നിട്ട് ഹോൾഡ് ദ റോപ്പ്. അവളവിടെ നേരെ നിൽക്കുകയാണ്. ഇവൾക്ക് പോലീസുകാർക്ക് അവളിനെ സേവ് ചെയ്തിട്ട് ഇവനും തൂക്കിയിട്ട് പോകാനുള്ളതേ ഉള്ളൂ. അതായത് ഓപ്പോസിറ്റ് നിർത്തി നടുവിൽ ഇവളിനെ റോപ്പിൽ കെട്ടി വയ്ക്കുന്നത്. വല്ല ഇങ്ങനെയൊക്കെ ആരുടെ സീൻ ആലോചിച്ച് ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെ എന്താണാവോ പോച്ച് കയറ്റി അങ്ങനെ ഇവളിനെ മേലെ കയറ്റി ഇവനെ വെടിവെക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്യും, ഇവൻ്റെ പോക്കറ്റിൽ നിന്ന് ഇത് വെച്ചിട്ട് ആ റോപ്പ് പിടിച്ചിട്ട് അവനെ വെടിവെക്കും. അപ്പോൾ റോപ്പ് വിടുമ്പോൾ അവൾ താഴെ ഇവൻ ക്യാച്ച് ചെയ്തിട്ട് ഇവൻ പോവാ. പോലീസുകാർ അവിടെ വായം പൊളിച്ച് നിൽക്കും. അതാണ് ഉണ്ടായത്. എന്താ അത് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ഇവളിനെയും കടത്തി കാരവാനിൽ പോകും. അപ്പോഴാണ് അവിടെ നമ്മുടെ സുനിൽ പുള്ളി വന്നിട്ട് ഇവനെ ഹെൽപ്പ് ചെയ്യണ രീതിയിൽ ആണ് വരിക. ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും ഒന്നാം. അതായത് ഇവൻ്റെ കയ്യിൽ ഒരു തെളിവുണ്ട്. സുനിലിൻ്റെ മറ്റേ വിളിയില്ല, അത് ഇവൻ്റെ കയ്യിലുണ്ട്. അവനൊരു ജഡ്ജിൻ്റെ വീട്ടിൽ കൊള്ളയടിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടിയാണ്. അയ്യോ ആ വീഡിയോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നു. അതൊക്കെ എന്തിനാണോ എന്തോ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. ആ ഒരു ലിങ്കിലാണ് ഇവർ ജപ്പാൻ അവനെ സുനിലിനെ കൺട്രോൾ ചെയ്യും. ഇവർ രണ്ടുപേരും ഒന്നായിട്ട് സുനിൽ പറയും നീ ഇപ്പോൾ സറണ്ടർ ആവണമെന്ന് നല്ലത്. അതായത് നിനക്കെതിരെ തെളിവുണ്ടാകുമ്പോൾ വേറൊരുത്തനുണ്ടല്ലോ, അതായത് സുനിലിൻ്റെ കസ്റ്റഡിയിൽ വേറൊരുത്തനുണ്ട്, അവനെ അക്യൂസ്ഡ് ആക്കിയിട്ട് നിന്നെ വിട്ടുകളയാന്ന് പറഞ്ഞിട്ട് പറയും. അപ്പോൾ ജപ്പാൻ ശരി എന്നൊക്കെ പറഞ്ഞ് അവൻ നിൽക്കുമ്പോഴേക്കും മറ്റേ പള്ളിയിൽ വെച്ചാൽ ആ വണ്ടിയിൽ വരും അവൻ്റെ റൈറ്റ് ഹാൻഡ്. അപ്പോൾ ഇവ സുനിലിനെ അവിടെ വിട്ടിട്ട് പോകും. ജപ്പാനും മറ്റേ ഹീറോയിൻ അനു. അയ്യോ എന്നാ ദുരന്ത സീനാണ്. അതായത് പറയുന്നു നിന്നെ ഞാനല്ലേ ഈ നിലയിലെത്തിച്ചത്, അപ്പോൾ നീ എനിക്കല്ലേ പറയുമ്പോൾ അവൾ ഞാൻ നിനക്ക് ഇത്ര കാലം അവൻ വിളിച്ച് 5-6 സിമ്മിലിട്ട് നമ്പർ മാറ്റി വിളിച്ചിട്ട് എടുത്തില്ല, ബ്ലോക്ക് ചെയ്ത്. എന്നിട്ട് പിന്നെ നൈസായിട്ട് വേറെ വഴിയില്ലല്ലോ അടുത്തായി ഒന്നും ചെയ്യാൻ പറ്റാണ്ടായപ്പം ശരി ഞാൻ നിൻ്റെയാണ്, എല്ലാം നിനക്കുള്ളതാണ്. நீங்க கொடுத்த லைஃப் எடுத்துக்கோங்க மாமா. நீ மறுத்து போவோம் சஞ்சு குட்டி. மறிச்சு போகாம யாராவது இருப்பாங்களா மாமா? எவன்டா அந்த ஸ்கிரிப்ட் ரைட்டரே இப்படி எல்லாம സ്ക്രിപ്റ്റ് എഴുതാൻ. ശരി അതെല്ലാം വിടും. അത് കഴിഞ്ഞ് പിന്നെ അവസാനം പോലീസുകാർ പിന്നെ ചേസ് ചെയ്യുന്നുണ്ട്. ഒരിക്കലാണെങ്കിൽ എന്ത് ചെയ്യണമെന്നും ഒരു പിടുത്തമില്ല. അവൻ അങ്ങനെ പോയി അവസാനം അവൻ്റെ കയ്യിലൊരു മിസൈലുണ്ട്, വാട്ടർ ഗണ്ണ്. അത് വെച്ച് കാറിനൊക്കെ ബാക്കിൽ വരുന്ന പോലീസുകാരൻ്റെ കാറിലൊക്കെ ഷൂട്ട് ചെയ്ത് അവന് ഡൈവേർട്ട് ചെയ്യും. എന്നിട്ട് ഇവർ ഒരു ലോറിനെ വെട്ടം വെച്ച് അപ്പുറത്ത് ഇടിക്കാൻ വേണ്ടി പോകും. പക്ഷെ അടിക്കാണ്ട് അടിച്ച് അങ്ങനെ കൊക്കയും വീണ് ചത്താൽ മതിയായിരുന്നു എൻ്റെ പൊന്നു. പക്ഷെ അവിടെ നിന്നിട്ടില്ല, നമ്മളെ ഇഞ്ചിഞ്ചായിട്ടേ ഇവർ കൊല്ലുള്ളൂ. അപ്പം അങ്ങനെ അവിടെ നിർത്തിയിട്ട് നോക്കുമ്പോൾ കാറ് മൊത്തം സ്വർണ്ണമാണ്. ഈ അനുണ്ട് അവിടെ. ഭാഗ്യം ഒരു ആശ്വാസം പറഞ്ഞാൽ അതിന് പിന്നെ അവളിനെ ഇതിൽ കാണിച്ചിട്ടില്ല. എൻ്റെ പൊന്നു അല്ല ഇതേ മതി ധാരാളമേ. ഒളിക്കാൻ വേണ്ടി പോവല്ലോ, അത് വേറെ എവിടെയല്ല, പോലീസിൻ്റെ ക്വാർട്ടേഴ്സ് തന്നെ. ഇതിന് സഹായിക്കുന്ന ഒരു പോലീസുണ്ട്. അവൻ്റെ അവിടെ പോയി അവിടെ പോലീസ് ഭാര്യ പോലീസും ഭർത്താവ് ലോയറും അവൻ്റെ ക്വാർട്ടേഴ്സിലാണ് ഇവർ പോയിട്ട് ഒളിവിൽ താമസിക്കുന്നത്. എന്നിട്ട് പിന്നെ അതായത് ഇവൻ്റെ മറ്റേ ലെഫ്റ്റ് ഹാൻഡർ ഒരുത്തന്നെ വിളിച്ച് പറയില്ല, ഗംഗാധർ പറഞ്ഞിട്ട്. അതായത് ജപ്പാൻ്റെ ഒരു കമ്പനിയാണ്, അതായത് പാർട്ട്നേഴ്സാണ്. അപ്പോൾ അവനെ വിളിച്ച് പറഞ്ഞപ്പോൾ അത് ഇവൻ കണ്ടുപിടിക്കും. അതായത് ഇവൻ്റെ ഒരു റോബറി വീഡിയോ ഉണ്ട്, അതിൽ ഒരു ലിങ്ക് കിട്ടും അവന്. അപ്പോൾ ഇവന് മനസ്സിലാവും. അപ്പോൾ ഗംഗാധരനെ കളത്തിലിറക്കണമെങ്കിൽ ജപ്പാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത പ്രചരിക്കുന്നു. അപ്പോൾ ലോയറിൻ്റെ ഒരു ഗ്രൂപ്പിൽ അവിടെ മെസ്സേജൊക്കെ അയച്ചിട്ട് അതായത് ജപ്പാൻ മരിച്ചു എന്നുള്ളൊരു ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യും. അങ്ങനെയാണ് ഗംഗാധര ശരി അവൻ മരിച്ചല്ലോ പറഞ്ഞിട്ട് മറ്റേ ഈ പള്ളിയിലെ അച്ഛനെ കാണാൻ തന്നെ, അതായത് ജപ്പാൻ്റെ റൈറ്റ് ഹാൻഡ്. അങ്ങനെ അവിടെ വെച്ച് അതാണ് കേരളത്തിലെ ഷാപ്പ്.
അയ്യോ ഷാപ്പിൽ വെച്ച് ഒരു അടി ഫൈറ്റ് ബഹളം ഫുള്ള് അടിച്ച് മറ്റേ ആ പോലീസുകാരനെ കറുപ്പുസ്വാമിൻ്റെ കാലൊക്കെ പോകും. അവസാനം കാർത്തിയാണ് അവനെ പിടിച്ച് ഹോസ്പിറ്റലിലൊക്കെ ഇതാക്കി അവർ രണ്ടുപേരും ഒന്നാം. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് പറയുക, അത് നീ ജപ്പാൻ പറയും ഈ കേസ് ഞാനല്ല അവിടെ നിന്ന് ഞാൻ കട്ടാണ്, ഞാൻ ഒത്തിട്ടുണ്ടാവും, നിങ്ങൾ പിടിക്കാൻ എനിക്ക് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ഈ കൊള്ളാൻ മാത്രം ഞാനല്ല ചെയ്തത്. അപ്പോൾ പോലീസുകാരൻ വിശ്വസിക്കും. പിന്നെ ആരാണ് പറഞ്ഞിട്ട് ആണ് ഈ ഗംഗാധരനെ കാണിച്ചു കൊടുക്കുന്നത്, ഇവനാണ് ചെയ്ത് പറഞ്ഞിട്ട് അവൻ്റെ തലയിലുള്ള. എന്നിട്ട് അവൻ പറയും, അവൻ വേറൊരുത്തൻ, അതായത് ഒരു ടിക്കറ്റ് വില്ലേജ് ഉണ്ട്, അവിടെയാണ് ഇപ്പം ഗംഗാധര ഉള്ളത്. ആ ഒരു വില്ലേജിൽ കയറാനൊന്നും പറ്റില്ല. മറ്റേ കണ്ണൂർ സ്കോഡിലൊരു ഗ്രാമമില്ല, അതുപോലത്തെ ഒരു ഗ്രാമം സെറ്റിട്ട് ക്രിയേറ്റ് തന്നെ. എന്നിട്ട് അവിടെ പോകുമ്പോൾ അവിടെ എങ്ങനെ പോകുമ്പോൾ ഒരു തോട്ടക്കാരനെ വിളിച്ചിട്ട് തോട്ടം എറിയും. വെറുതെ ബാക്കിൽ കയറിഞ്ഞിട്ട് അയ്യോ ഇതിന് മിസ്സായേന്ന് കോമഡിയാണ് ഉദ്ദേശിച്ചത്. എന്തോ എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോയി ഗംഗാധരനെ കയറി അവിടെ നിന്നാണ് വേറൊരുത്തനാണ് എൻ്റെ പിന്നാലെ എന്നൊക്കെ പറഞ്ഞാൽ അവസാനം പോകുമ്പോഴാണ് ട്വിസ്റ്റ് മനസ്സിലാക്കുക. അതായത് ആരുമല്ല, അതായത് ആ കടൻ്റെ ഓണർ തന്നെയാണ് കട്ടിരിക്കുന്നത്. അതെന്തോ അവന് ഇലക്ഷന് എന്തോ കാശിന് ആശയം വന്നപ്പോൾ വേറെ വഴിയില്ലാണ്ട് അവൻ്റെ ജ്വല്ലറിയിൽ നിന്ന് തന്നെ അവൻ്റെ പാർട്ട്നേഴ്സ് അറിയാണ്ട് കട്ട് ഇതാണ് ഉണ്ടായിരിക്കുന്നത്. അത് ആനെയും തലയിലിടണം, അതിനാണ് ജപ്പാനെ പിടിച്ചിരിക്കുന്നത്. പക്ഷെ നോക്കുമ്പോൾ എന്തായി, ജപ്പാൻ്റെ കൂടെ മറ്റേവനും ഉണ്ടല്ലോ, അതായത് അപ്പാവിയ ആദ്യം സ്വർണം ചെറുതായിട്ട് കട്ടിട്ട് അവൻ്റെ ബാക്ക് സ്റ്റോറിയൊക്കെ ഉണ്ട്, അതൊക്കെ പറയാൻ തുടങ്ങിയത് നാളെ മറ്റന്നാളാവും. അപ്പോൾ അത് ഷോർട്ടാക്കി പറയാം, അത്രേ ഉള്ളൂ. എൻ്റെ ഭാര്യയ്ക്ക് കുട്ടീനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കാൻ അതിന് കുറച്ച് സ്വർണം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇവർ ആ ജ്വല്ലറിയിൽ നിന്ന് കിട്ടണം, ആ വേസ്റ്റിൽ നിന്ന് കിട്ടണം. അപ്പോൾ അത് ഇവനെ എടുത്ത് കട്ടുകൊണ്ടുപോയി ലോട്ടറി കളിച്ച്, അതായത് ലോട്ടറിൻ്റെ ബെറ്റിംഗ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിലൊക്കെ പോയിട്ട് കാശും കളഞ്ഞ് വെള്ളമൊക്കെ അടിച്ച് ഇങ്ങനെ ആ അലമ്പായിട്ട് നടക്കുന്ന ഒരു ട്രെയിനായിരുന്നു ആദ്യം. അപ്പോൾ ആ ഒരു പ്രശ്നത്തിലാണ് അവൻ്റെ ഭാര്യ അവനെ ഇട്ടിട്ട് പോകണം. അപ്പോൾ ഇവനും മനസ്സിലാക്കി ഇവന് ശരിയെന്ന് അതൊക്കെ നിർത്താമെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇവനെ പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം. അങ്ങനെ ഇവനെയും ജപ്പാനെയും രണ്ടുപേരെയും കൂടി ഒരുമിച്ച് ഒരു ബസ്സിൽ കൊണ്ടുപോകുമ്പോഴാണ് ജപ്പാൻ്റെ ഫ്ലാഷ് ബാക്ക്. അതായത് ഇവൻ്റെ അമ്മൻ്റെ താലി എന്തോ ബാങ്കിൽ എവിടെ പലിശയ്ക്ക് കൊടുത്ത് അങ്ങനെ വെച്ചിരിക്കണം. അപ്പോൾ ഈ ജപ്പാനാണ് ഇത് എടുത്തുകൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അമ്മ പറയും, നീ എന്തൊക്കെ ചെയ്താലും കക്കാൻ പഠിച്ചല്ലോ, നീ ഒന്നും ഒരു കാലത്ത് നന്നായല്ലോ. എന്നിട്ട് ഇവനെ ദേഷ്യം ഇവൻ്റെ അടുത്ത് ദേഷ്യപ്പെടും. അതുകൊണ്ട് ഇവന് അതിലേറെ അമ്മൻ്റെ അടുത്ത് ഫുള്ള് ദേഷ്യം. എന്നാലും ഒരുമാതിരി റോക്കി ബായിൻ്റെ അവസ്ഥ ഓപ്പോസിറ്റായിപ്പോയി. അമ്മ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ച അമ്മ നൈസായിട്ട് തേച്ച്. അങ്ങനെ ഇവൻ വേറെ വഴിയൊന്നുമില്ല, അമ്മ ഇവൻ്റെ അടുത്ത് മിണ്ടണില്ല. അപ്പം ഇവൻ്റെ ആക്കൂടെ ഒരേ ഒരു ആഗ്രഹം, അമ്മ എങ്ങനെയെങ്കിലും എൻ്റെ അടുത്തൊന്നും മിണ്ടണം. നോക്കുമ്പോൾ വേറെ വഴിയൊന്നുമില്ല. ഈ കട്ട കേസ് ആദ്യം കണ്ടില്ലേ, താലിമാല, അത് ഈ കാർത്തിനെ കാർത്തിൻ്റെ അമ്മ തന്നെ ഏറ്റെടുക്കും. അങ്ങനെ ജയിലിൽ പോയി അവിടെ നിന്ന് ശിക്ഷ കഴിഞ്ഞ് വന്ന് ഹോസ്പിറ്റലിൽ കയറി മരിക്കുന്നതിൻ്റെ അവസാനത്തെ വാക്കിൽ എൻ്റെ അടുത്ത് പറയും, നിനക്ക് നല്ല സാവേ വരാതെ, നിനക്ക് നല്ല സാവേ കിട്ടില്ല പറഞ്ഞിട്ടാണ് എൻ്റെ അമ്മ മരിക്കും. അപ്പോൾ ഇത് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഇത് ഇവൻ്റെ മറ്റേ ഒരുത്തണ്ടല്ലോ അക്യൂസ്ഡ്, അതായത് ആ അമ്പലത്തിൽ പോയി നന്നായി അവൻ്റെ ഒരു ഓവർ എക്സ്പ്രഷൻ ഇതിലും മൊത്തം. സാർ 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 അതെ പുള്ള പഠിക്കാൻ കടി ചേർത്ത് വെച്ചത് സാർ, അതെ എൻ്റെ കൊടുത്തത്. സങ്കടം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കുത്തിക്കയറ്റി വരുത്തും സങ്കടം. എന്ത് കാണിച്ചാലേ അവൻ്റെ ഭാര്യനെ പോലീസ് പിടിച്ച് ചോദ്യം ചെയ്ത് കാണിക്കുമ്പോൾ ഇങ്ങനെ ആയിട്ട് ഫുള്ള് എക്സ്പ്രഷൻ ഇട്ടങ്ങോട്ട് വാരി വിതറണ, കരയണം ചിരിക്കണം, എന്ത് കോപ്പം കാണിക്കണം ഒരു പിടുത്തമില്ല. അമ്മാരി മെഴുകിയിട്ടിടങ്ങോട്ട് പോവും. പിന്നെ അവസാനം അവനെ എൻകൗണ്ടർ ചെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ട് ഇവർ പ്ലാൻ ചെയ്യും. അതായത് കള്ളനെ കിട്ടി ഇവനാണ് എന്നെ എൻകൗണ്ടർ ചെയ്തുകൊണ്ട് ജപ്പാനെ വെറുതെ വിടാം. അപ്പം പറയാം, എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, എനിക്കാണെങ്കിൽ വേറൊന്നുമില്ല, അവനെങ്കിലും നന്നാവേ, കുടുംബവും കുട്ടിയുണ്ട്, അവനെങ്കിലും ജീവിച്ചോട്ടെ
നിങ്ങൾ എന്നെ കൊല്ലുക പറഞ്ഞിട്ട് കാർത്തി സുനിലിൻ്റെ അടുത്ത് പറയും. എന്നിട്ട് സുനിലിനെ വെടിവെക്കുമ്പോൾ സുനിൽ ഇവനെയും വെടിവെക്കും. എന്നെ കാർത്തി മരിക്കും. മറ്റേ ആ മുട്ട രക്ഷപ്പെടും. ഇതാണ് പട്ടം കിട്ടാ ഗഹവ.